ശ്രുതി പലിശയ്ക്ക് കാശെടുക്കാനായി ഫിനാൻസ് ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് അയാൾ സച്ചിയുടെ ഫോണിലുള്ള വീഡിയോയെ പറ്റി ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുവാണ്. നിങ്ങളുടെ അമ്മായിയമ്മയുടെ പണം മോഷ്ടിച്ചത് ശരത്താണ്. ആ വീഡിയോ സച്ചിയുടെ മൊബൈലിലുണ്ട് എന്നവൻ പറഞ്ഞതോടെ ആ മൊബൈൽ മോഷ്ടിക്കാൻ ശ്രുതി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സച്ചി ഉറങ്ങിക്കിടക്കുമ്പോ ശ്രുതി ആ റൂമിലേക്ക് വരുന്നുണ്ട്. രേവതി അടുക്കളയിലാണ്. സച്ചി നല്ല ഉറക്കത്തിലും. ഇത് തന്നെയാണ് പറ്റിയ സമയം എന്ന് ചിന്തിച്ച് ശ്രുതി സച്ചിക്കരികിലേക്ക് എത്തുകയാണ്. ശേഷം അവന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തുകൊണ്ട് പോവുകയാണ് ശ്രുതി. പിന്നീട് അത് സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് സച്ചി എഴുന്നേറ്റ് വന്നപ്പോ തന്റെ മൊബൈൽ കാണാനില്ല. അതറിഞ്ഞ് രേവതി, നീ എന്റെ ഫോൺ കണ്ടോ? ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്, ഇപ്പോ അത് കാണാനില്ല എന്ന് പറഞ്ഞ് സച്ചി വീട് മൊത്തം തിരക്കുവാണ്. രേവതി ഉടൻ സച്ചിയുടെ ഫോണിലേക്ക് ഡയൽ ചെയ്തെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കണ്ട് മാറി നിന്നും ചിരിക്കുവാണ് ശ്രുതി. സച്ചിയേട്ടാ, ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഒരു മൊബൈലല്ലേ പോയത്, അതും പഴയ മൊബൈല്, അതിനെന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ആ മൊബൈലിനകത്ത് പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട് രേവതി, അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയുവാണ് സച്ചി. അത് കേട്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുവാണ്. എന്ത് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? ഇവൻ വലിയ IAS ഓഫീസർ അല്ലേ? അതൊക്കെ സൂക്ഷിക്കാൻ കാറ് സവാരിക്ക് പോകുന്നവന് എന്തിനാടി മൊബൈല്? അത് നഷ്ടപ്പെട്ട അത് വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അമ്മ, കാറ് സവാരിക്ക് പോകുന്നയാൾക്ക് എന്താ മൊബൈൽ അത്യാവശ്യമല്ലേ? മൊബൈലില് സച്ചേട്ടന് സവാരികളൊക്കെ വരാറുണ്ട്, ഇല്ലെങ്കിൽ എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അമ്മ അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് രേവതി ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മൊബൈൽ കാണുന്നില്ലെങ്കിൽ അത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കാണുമോളെ. നീ എന്റെ മൊബൈൽ എടുത്തോ മോനെ, ഞാനിപ്പോ വീട്ടില് വെറുതെ ഇരിക്കുകയല്ലേ, എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ രവിയേട്ടൻ തന്റെ മൊബൈല് സച്ചിക്ക് നേരെ നീട്ടുകയാണ്. അതൊന്നും വേണ്ട അച്ഛാ, അച്ഛനെ തിരക്കി എത്ര പേര് വിളിക്കുന്നതാണ്, അപ്പോ അച്ഛന് ഫോണില്ലാതെ പറ്റില്ലല്ലോ. സച്ചിയേട്ടന് അത് കൊടുക്കണ്ട, എന്റെ ഫോണുണ്ടല്ലോ, അതിൽ വിളിച്ചാ മതി. സച്ചിയേട്ടാ, ഇത് പിടിക്ക്, ഫോൺ തിരിച്ചു കിട്ടുന്നത് വരെ ഈ ഫോൺ സച്ചിയേട്ടന്റെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് രേവതി സച്ചിക്ക് അത് കൊടുത്തപ്പോ സച്ചി അത് വാങ്ങിയില്ല. ഇതൊന്നും വേണ്ട രേവതി, നിനക്ക് ഒരുപാട് ആവശ്യമുള്ളതല്ലേ, അതുമല്ല എന്റെ സിമ്മും നഷ്ടപ്പെട്ടില്ലേ, നിന്റെ ഈ ഫോൺ കിട്ടിയിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. സവാരിക്കുള്ള കോൾസ് ഒക്കെ ആ നമ്പറിലേക്കാ വരുന്നത്. പിന്നെ നിനക്ക് പൂ കെട്ടാനുള്ള ഓർഡർ വരുന്ന സമയമാണ്. അപ്പോ ഈ ഫോൺ ഇല്ലാതെ നിനക്ക് പറ്റില്ല, ഇത് വേണ്ട എന്ന് പറയുവാണ് സച്ചി. സിം നഷ്ടപ്പെട്ടതോർത്ത് സച്ചിയേട്ടൻ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം നമുക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ വർഷ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫോൺ ഇല്ലാതെ പറ്റില്ല, സവാരിക്ക് പോവാനുണ്ട് എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോവുകയാണ്. അത് കണ്ട് രേവതി ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഉടനെ തന്റെ അനിയത്തി ദേവുവിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുവാണ്. എടി, സച്ചിയേട്ടന്റെ ഫോൺ എവിടെയോ നഷ്ടപ്പെട്ടു പോയി, സച്ചിയേട്ടനാകെ സങ്കടത്തിലാണ്. അതുമല്ല, എനിക്ക് ഇടയ്ക്കിടെ അദ്ദേഹത്തെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കാനും പറ്റുന്നില്ല. നല്ലൊരു ഫോൺ വാങ്ങാൻ എത്ര കാശാകും? നീ സച്ചിയേട്ടന് വേണ്ടി നല്ലൊരു ഫോൺ നോക്കി വെക്ക്, കാശ് ഞാൻ പേ ചെയ്തോളാം. എനിക്ക് മൊബൈലിനെ പറ്റി ഒന്നും അറിയാത്തോണ്ടാണ് എന്ന് രേവതി പറയുകയാണ്. അതിനെന്താ ചേച്ചി, ഞാൻ നല്ലൊരു ഫോൺ തന്നെ ഓർഡർ ചെയ്ത് തരാം. പിന്നെ 10-20,000 രൂപയാവും നല്ലൊരു ഫോണിന്. വില കുറഞ്ഞ ഫോൺ വാങ്ങാത്തതാ ചേച്ചി നല്ലത്, അത് പെട്ടെന്ന് കേടാവും എന്ന് പറയുവാണ് ദേവു. നീ വിലയൊന്നും നോക്കണ്ട ദേവു, സച്ചേട്ടന് നല്ലൊരു ഫോൺ തന്നെ വാങ്ങിക്കൊടുക്കാം. നീ ഈ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്ത് തന്നാ മതി, കാശ് ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് രേവതി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും സച്ചിയുടെ മൊബൈലിൽ കാണാതെ പോയത് വളരെ കഷ്ടമായി പോയി. നന്നായിട്ട് സൂക്ഷിക്കേണ്ടതല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വരുവാണ്. സച്ചിയേട്ടൻ ഇത്രയും നാള് നന്നായിട്ട് തന്നെയാ ആ ഫോൺ സൂക്ഷിച്ചത്, ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇതാരോ മനഃപൂർവ്വം മോഷ്ടിച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതാരെടുത്താലും ശരി, അവരൊരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. സച്ചിയേട്ടൻ അധ്വാനിച്ച് കാശുകൊണ്ട് വാങ്ങിയ ഫോണാത് എന്നൊക്കെ രേവതി ഉറക്കെ ശപിക്കുവാണ്. അത് കേട്ട് ആകെ വല്ലാതെ നിൽക്കുവാണ് ശ്രുതി. 2-3 ദിവസം കഴിഞ്ഞ് സച്ചിയുടെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ എത്തുവാണ്. രേവതി ആ കവർ വാങ്ങി കാശ് കൊടുക്കുന്നത് അത് കണ്ടുകൊണ്ട് ചന്ദ്ര എത്തുന്നുണ്ട്. നിനക്ക് എവിടുന്നാടി ഇത്രയും കാശ്? ആ കാശ് കൊടുത്ത് നീ എന്താ വാങ്ങിച്ചത്? ഇങ്ങ് തന്നേക്ക്, ഞാൻ നോക്കിയിട്ട് നീ തുറന്നാ മതി
എന്ന് പറഞ്ഞ് ആ ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ നോക്കുവാണ് ചന്ദ്ര. എന്നാൽ രേവതി അത് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുത്തില്ല. ഇത് അമ്മയ്ക്ക് കാണാനുള്ളതല്ല, ഇത് സച്ചേട്ടന് വേണ്ടി വാങ്ങിയതാണ്. ഇത് പൊട്ടിക്കേണ്ടത് എന്റെ ഭർത്താവ് തന്നെയാമേ എന്ന് രേവതി പറയുമ്പോ, ആർക്കുള്ളതായാലും എനിക്ക് എന്താടി, ഇത് എന്റെ വീടാണ്. അപ്പൊ ഈ വീട്ടില് എന്ത് സാധനം വന്നാലും അത് ആദ്യം തുറന്നു നോക്കാനുള്ള അധികാരം ഈ ചന്ദ്രയ്ക്കാണ്. എന്നിട്ട് മറ്റുള്ളവര് കണ്ടാ മതി എന്ന് പറയുകയാണ് ചന്ദ്രമതി. എന്തിനാ ചന്ദ്രേ നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? മറ്റുള്ളവരുടെ കാര്യത്തില് നീ ഇടപെടുന്നത് കുറച്ച് കുറയ്ക്കുന്നതാ നല്ലത്. രേവതി മോള് അത് സച്ചിക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞില്ലേ? എടാ സച്ചി, നീ എന്തെടുക്കും അവിടെ? ഇങ്ങ് വാ, രേവതി മോള് നിനക്ക് വേണ്ടി എന്തോ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു എന്ന് രവിയേട്ടൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട് സച്ചി റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ്. എന്താ രേവതി, ഇത് എനിക്കുള്ളതാണോ എന്ന് സച്ചി ചോദിക്കുമ്പോ, അതെ സച്ചേട്ടാ, ഇത് സച്ചേട്ടന് ഒരു മൊബൈലാണ്. മൊബൈൽ കാണാതെ സച്ചേട്ടൻ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഫോൺ നഷ്ടപ്പെട്ടതോടെ ഇപ്പോൾ സവാരിക്കുള്ള കോള് പോലും വരാതായില്ലേ സച്ചേട്ടാ, അതുകൊണ്ടാ ഞാൻ ഇത് വാങ്ങിയത് എന്ന് പറഞ്ഞ് രേവതി ആ ഫോൺ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. മൊബൈല് കയ്യിൽ കിട്ടിയപ്പോ സച്ചിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. നീ എന്നോട് പോലും പറയാതെ ഇതായിരുന്നോടെ അഹങ്കരിച്ചത്? കൂടിപ്പോയ ഒരു 10,000, അതല്ലാതെ നിന്റെ ഈ മൊബൈലിന് അതിൽ കൂടുതൽ വിലയൊന്നും വരില്ലല്ലോ. നിന്റെ ഭാര്യക്ക് വാങ്ങിത്തരാൻ അതിൽ കൂടുതലൊന്നും പറ്റില്ലടാ. എന്നാ എന്റെ ശ്രുതിമോളെയും വർഷമോളെയും നോക്ക്, രണ്ടുപേരും വിചാരിച്ച ലക്ഷങ്ങളുടെ മൊബൈലാ അവരുടെ ഭർത്താക്കന്മാർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത്. ശ്രീകാന്തിന്റെയും സുധിയുടെയൊക്കെ ഒരു ഭാഗ്യം, നിനക്ക് ആ ഭാഗ്യമില്ലാതെ പോയി. അതുകൊണ്ട് ഈ വില കുറഞ്ഞ മൊബൈലെ നിന്റെ ഭാര്യക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ആ പാഴ്സല് പൊട്ടിച്ച് മൊബൈല് പുറത്തേക്ക് എടുത്ത് നോക്കുവാണ്. ഇതെന്താ രേവതി, ഇത് സാധാരണ ഫോണൊന്നും അല്ലല്ലോ. ഇതുപോലൊരു ഫോൺ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിനെന്ത് വില വരും എന്ന് സച്ചി ചോദിക്കുവാണ്. അത് ഞാൻ നോക്കാൻ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് വർഷ ആ കവർ വാങ്ങി നോക്കുവാണ്. രേവതി ഏട്ടത്തി, നിങ്ങൾ ആള് കൊള്ളാലോ. 50,000 രൂപയുടെ മൊബൈലല്ലേ നിങ്ങൾ ഭർത്താവിന് വേണ്ടി വാങ്ങിക്കൊടുത്തിരിക്കുന്നേ. ശ്രീകാന്തിന് പോലും ഞാൻ ഇതുവരെ ഇത്ര വില കൂടിയതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് വർഷ പറഞ്ഞത് കേട്ട് ചന്ദ്രയും ശ്രുതിയും ആകെ വല്ലാതായി നിൽക്കുവാണ്. ഞാൻ മൊബൈല് മോഷ്ടിച്ചത് കാരണം സച്ചിക്ക് രേവതിയോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഇവരെ തമ്മിൽ തെറ്റിക്കാൻ പറ്റില്ല, ഇവര് തമ്മില് കൂടുതൽ അടുക്കാൻ പോവാണ് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ആകെ ടെൻഷനായി നിൽക്കുവാണ് ശ്രുതി. കാറ് സവാരിക്ക് പോകുന്നവന് എന്തിനാടി ഇത്ര വില കൂടിയ മൊബൈല്? നീ കുടുംബത്തിലെ കാശ് കളയാൻ തന്നെ തീരുമാനിച്ചോ? ഇവിടെ വീട്ടു ചെലവിന് തന്നെ കാശ് തികയുന്നില്ല, അപ്പോഴാണ് വില കൂടിയ ഫോൺ വാങ്ങി കാശ് തൊലച്ചിട്ട് വന്നിരിക്കുന്നെ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അതിന് ഞാൻ അമ്മയുടെയോ ഈ കുടുംബത്തിന്റെയോ ചില്ലി കാശ് എടുത്തിട്ടില്ലമ്മേ. ഞാൻ പൂകെട്ടി അധ്വാനിച്ച കാശുകൊണ്ടാണ് ഭർത്താവിന് ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അതിന്റെ വിലയൊന്നും ഞാൻ നോക്കിയില്ല, നല്ലൊരു ഫോൺ ആണോന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പിന്നെ വീട്ടു ചെലവിന് സച്ചേട്ടനും ഞാനും ഒരുപാട് കാശ് തരുന്നുണ്ടല്ലോ, അതിന് ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് രേവതി ചന്ദ്രയ്ക്ക് മറുപടി കൊടുക്കുവാണ്. രേവതി, നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ ഓട്ടോ ഓടിച്ചത് കണ്ട് നീ എനിക്ക് 9 ലക്ഷത്തിന്റെ കാറാ വാങ്ങിച്ചു തന്നത്. ഇപ്പൊ മൊബൈല് നഷ്ടപ്പെട്ടപ്പോ 50,000ന്റെ മൊബൈലാ നീ വാങ്ങിച്ചു തന്നിരിക്കുന്നെ. ഇതിനൊക്കെ ഞാൻ തിരിച്ചെന്താ തരേണ്ടെന്ന് അറിയില്ല. ഞാൻ സുധിയെ പോലെ കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ പോലെ നല്ലൊരു ഭാര്യയെ കിട്ടില്ലായിരുന്നു. എന്നെ കൂടുതൽ പഠിപ്പുള്ള ഒരു പെണ്ണിനെ കൊണ്ട് അച്ഛൻ കെട്ടിച്ചേനെ. അത് സംഭവിക്കാത്തത് നന്നായി എന്ന് പറയുവാണ് സച്ചി. അതെടാ, രേവതി മോളാണ് നിന്റെ സൗഭാഗ്യം. കാരണം നിന്റെ കണ്ണ് നിറയാൻ ഈ രേവതി ഒരിക്കലും അനുവദിക്കില്ല. ചന്ദ്രേ, നീ ഇത് കണ്ടില്ലേ? ആ ഫോണൊന്ന് വാങ്ങി നോക്കിക്കേ. നീ ഇതുവരെ വില കൂടിയ ഫോണൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് രവിയേട്ടൻ ആ ഫോൺ ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആർക്ക് കാണണം രവിയേട്ട ഇവളുടെ ഒരു ഫോൺ? എന്റെ ശ്രുതിമോളുടെ അച്ഛന്റെ അടുത്ത് പറഞ്ഞാല് 50,000ന്റെ അല്ല 2-3 ലക്ഷത്തിന്റെ മൊബൈൽ ആയിരിക്കും മലേഷ്യന്ന് ഇവിടെ എത്താൻ പോകുന്നത്. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. ശ്രുതിമോളെ, പെട്ടെന്ന് അച്ഛനെ വിളിക്ക്. ഇതിന്റെ ഇരട്ടി വിലയുള്ള ഫോൺ ആയിരിക്കണം നീ എനിക്ക് വാങ്ങിച്ചു തരാൻ പോകുന്നേ എന്ന് പറഞ്ഞു നിൽക്കുവാണ് ചന്ദ്ര. അമ്മേ, അസൂയ പാടില്ല. രേവതി, നമുക്ക് ശ്രീകാന്തിനോട് പറഞ്ഞ് ഈ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ചിലരുടെ കണ്ണ് പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാറി നിൽക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് സച്ചി ആ മൊബൈലുമായി റൂമിലേക്ക് പോവുകയാണ്.